മലയാളത്തിന്റെ അഭിമാന താരമാണ് മോഹൻലാൽ. മോഹൻലാലിന്റെ പ്രകടനത്തെക്കുറിച്ച് അന്യഭാഷാ താരങ്ങളടക്കം വാചാലരാകാറുണ്ട്. നടി അനശ്വര രാജൻ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞതാണ് നിലവിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഏറ്റവും പുതിയൊരു സംഭവം. മോഹൻലാൽ എന്ന നടൻ തനിക്ക് വണ്ടറാണെന്ന് അനശ്വര രാജൻ അഭിപ്രായപ്പെടുകയാണ്. ഈ തലമുറയുടെ ഏറ്റവും മികച്ച നടി എന്ന് വിശേഷിപ്പിക്കാവുന്ന യുവ നടിയാണ് അനശ്വര രാജൻ. ലാൽ സാറിനെയൊക്കെ കണ്ട് വളർന്നയാളാണ് എന്ന് പറയുകയാണ് അനശ്വര രാജൻ. സ്ക്രീനിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ റിയാലിറ്റി ചെക്കിൽ ആയിരിക്കും. ശരിക്കുമാണോ എന്ന അത്ഭുതപ്പെടൽ. ആള് സ്വിച്ച് ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ പറയുകയും പിന്നീട് കഥാപാത്രങ്ങളിലേക്ക് സ്വിച്ച് ചെയ്യുന്നതൊക്കെ അത് കണ്ടത് നേര് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ്. അങ്ങനെ കണ്ട് വണ്ടറടിച്ച് നിന്നിട്ടുണ്ട്. അങ്ങനെ സ്വിച്ച് ചെയ്യുന്നത് കണ്ടിട്ട് എന്നെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന ഒരു താരം വണ്ടറാണെന്നും പറയുകയാണ് അനശ്വര രാജൻ. എന്തായാലും മലയാളത്തിന്റെ ഭാഗ്യനായിക എന്ന ലേബൽ കിട്ടിയ അനശ്വര രാജൻ 2025 ആരംഭത്തിൽ പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന വേഷപ്പകർച്ചയോടെയാണ് എത്തുന്നത്. രേഖാചിത്രത്തിലാണ് അനശ്വര നമ്മളെ ഞെട്ടിക്കാനായി എത്തുന്നത്. അനശ്വര കന്യാസ്ത്രീയുടെ വേഷത്തിൽ എത്തുന്ന ഒരു ചിത്രം എന്നാണ് ഇപ്പോഴുള്ള ട്രെയിലറും ലുക്കുകളും ഒക്കെ വെച്ച് പറയാൻ കഴിയുന്നത്. ചിത്രത്തിൽ കന്യാസ്ത്രീ വേഷത്തിലാണോ അനശ്വര പ്രത്യക്ഷപ്പെടുന്നതെന്ന ആകാംക്ഷ പ്രേക്ഷകരിൽ ഉടലെടുത്തതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്നടക്കം അതൊരു ചർച്ചാ വിഷയമായി. തന്റെ കഥാപാത്രങ്ങൾ പക്വതയോടെയും തന്മയത്വത്തോടെയും മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്ന അനശ്വരയുടെ വ്യത്യസ്തവും വേറിട്ടവുമായ കഥാപാത്രങ്ങളുടെ ഒരു ഘോഷയാത്ര 2024 2023 നമ്മൾ കണ്ടതാണ്. എബ്രഹാം ഓസ്ലർ, നേര്, ഗുരുവായൂർ അമ്പലനടയിൽ എന്നിങ്ങനെ നീളുന്ന നിരയിലേക്ക് പ്രേക്ഷകർ ഇപ്പോൾ രേഖാചിത്രം കൂടി എഴുതി ചേർത്തിരിക്കുകയാണ്. ജോഫിൻ ടി ചാക്കോ സംവിധാനം നിർവഹിക്കുന്ന ചിത്രം കാവ്യ ഫിലിംസ് കമ്പനി ആൻഡ് മെഗാ മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്തമ്പള്ളിയാണ് നിർമ്മിക്കുന്നത്. സെൻസറിംഗ് കഴിഞ്ഞ ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് നൽകിയത്. ഗംഭീര സെൻസറിംഗ് അഭിപ്രായവുമാണ് രേഖാചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. 2017 പുറത്തിറങ്ങിയ മഞ്ജു വാര്യർ ചിത്രമായ ഉദാഹരണം സുജാതയിലൂടെ കരിയർ ആരംഭിച്ച നടിയാണ് അനശ്വര രാജൻ. ചിത്രത്തിൽ മഞ്ജു വാര്യരുടെ മകളായാണ് അനശ്വര എത്തിയത്. പിന്നീട് മികച്ച ചിത്രങ്ങളുടെ ഭാഗമാകാൻ അനശ്വരയ്ക്ക് സാധിച്ചു. 2023 പുറത്തിറങ്ങിയ നേരിലാണ് അനശ്വരയുടെ ഗംഭീര പ്രകടനം നമ്മൾ കണ്ടത്. കൂടാതെ അടുത്ത് കണ്ട സിനിമകളെക്കുറിച്ച് സംസാരിക്കുന്ന അനശ്വരയുടെ വാക്കുകളും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ലോക്ക്ഡൌൺ കഴിഞ്ഞ ശേഷം ഞാൻ കാണുന്ന സിനിമകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടായിരുന്നു എന്നും എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി താൻ കൂടുതൽ സിനിമ കാണാറുണ്ടെന്നും അനശ്വര പറയുന്നുണ്ട്. അവസാനമായി തിയേറ്ററിൽ നിന്ന് കണ്ടത് ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ് ആണെന്നും ചിത്രം വളരെ ഇഷ്ടപ്പെട്ടുവെന്നും നടി കൂട്ടിച്ചേർത്തു. സിനിമയുടെ ക്യാമറയും സംവിധാനവും എല്ലാം മികച്ചു നിന്നെന്നും വാവു തോന്നുന്ന സിനിമയായിരുന്നു അതെന്നും അനശ്വര പറയുന്നുണ്ട്. റെഡ് FM മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അനശ്വരയുടെ വാക്കുകൾ ഇങ്ങനെ എത്തിയത്. കൂടുതൽ സിനിമകളും ഞാൻ OTTയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ തിയേറ്ററിൽ നിന്നാണ് കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കുറച്ചു മാസങ്ങളായി, എടുത്തു പറഞ്ഞാൽ കഴിഞ്ഞ 4-5 മാസങ്ങളായി ഞാൻ ഒരുപാട് സിനിമകൾ വീണ്ടും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ സിനിമകളെല്ലാം വീണ്ടും വീണ്ടും റിപ്പീറ്റായി ഇടയ്ക്കൊക്കെ ഞാൻ കാണും. ഗോളം എന്ന ചിത്രം നല്ലതാണെന്ന് കുറെ പേർ പറഞ്ഞു. ഈ വർഷം ഇറങ്ങിയ അണ്ടർറേറ്റഡ് സിനിമയാണെന്നൊക്കെ കേട്ടു. എന്നാൽ കാണാൻ പറ്റിയില്ല. അവസാനം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് റൈഫിൾ ക്ലബാണ്. എന്തായാലും അനശ്വര മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഏറ്റവും വലിയ വൈറൽ. അത് ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു. ലാൽ സാർ ഒരു കഥാപാത്രത്തിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും നേരം ഒരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കും. ടേക്ക് പറയുമ്പോൾ സ്വിച്ച് ഇട്ട പോലെ കഥാപാത്രത്തിലേക്ക് കയറും. അത് ഞാൻ കണ്ടത് നേരി എന്ന സിനിമ ചെയ്യുമ്പോഴാണ്. പലരും പറഞ്ഞു കേട്ടതൊക്കെ നേരിട്ട് കാണുമ്പോൾ അത്ഭുതങ്ങൾ സമ്മാനിക്കും. കണ്ടുപഠിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ എന്ന നടൻ ഒരു അത്ഭുതമാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നേരിട്ട് കാണുന്നതിലായിരുന്നു ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത്. അനശ്വരയുടെ വാക്കുകളായിരുന്നു ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്.